നമസ്കാരം. കേരളത്തിലെ 140 മണ്ഡലങ്ങളിലെ വികസന പ്രവർത്തനങ്ങളെ പരിചയപ്പെടുത്തുന്ന വികസന വേദിയിൽ വിജയകേരളം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. ഈ എപ്പിസോഡിൽ കോഴിക്കോട് ജില്ലയിലെ കോഴിക്കോട് നോർത്ത്, കണ്ണൂർ ജില്ലയിലെ അഴീക്കോട് എന്നീ മണ്ഡലങ്ങളിലെ വികസന പ്രവർത്തനങ്ങൾ പരിചയപ്പെടാം. ചരിത്രവും സംസ്കാരവും വാണിജ്യവും ഇഴചേർന്ന് കിടക്കുന്ന മലബാറിന്റെ ഹൃദയഭൂമിയായ കോഴിക്കോട് ജില്ലയിലെ കോഴിക്കോട് നോർത്ത് നിയോജക മണ്ഡലം, കോഴിക്കോട് കോർപ്പറേഷന്റെ സിംഹഭാഗവും ഉൾക്കൊള്ളുന്ന ഈ നഗരമണ്ഡലം സംസ്ഥാനത്തിന്റെ തന്നെ വികസന ഭൂപടത്തിൽ നിർണായക സ്ഥാനമാണ് വഹിക്കുന്നത്. ഗതാഗത കുഴിക്കഴിക്കാൻ പുതിയ റോഡുകളും മേൽപ്പാലങ്ങളും, ആരോഗ്യരംഗത്ത് വലിയ കുതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കുന്ന പദ്ധതികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മുഖച്ഛായ മാറ്റുന്ന നവീകരണം, ജലഗതാഗതത്തിന് നഗര സൗന്ദര്യവൽക്കരണത്തിനും ഊന്നൽ നൽകുന്ന ഭാവി പദ്ധതികൾ, ഇങ്ങനെ വലിയൊരു വികസന മുന്നേറ്റത്തിനാണ് കോഴിക്കോട് നോർത്ത് സാക്ഷ്യം വഹിക്കുന്നത്. കിഫ്ബിയുടെ സാമ്പത്തിക പിൻബലത്തോടെ കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികളാണ് ഇവിടെ യാഥാർത്ഥ്യമാകുന്നതും പരിഗണനയിലുള്ളതും. കോഴിക്കോട് നോർത്ത് പോലുള്ള ഒരു പ്രധാന നഗരമണ്ഡലം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിലൊന്നാണ് ഗതാഗതക്കുരുക്ക്. വർദ്ധിച്ചു വരുന്ന വാഹന പെരുപ്പത്തിനനുസരിച്ച് റോഡുകൾ വികസിക്കേണ്ടത് അനിവാര്യമാണ്. ഈ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് മണ്ഡലത്തിലെ പ്രധാന റോഡുകൾ നവീകരിക്കുന്നതിനും റെയിൽവേ ലെവൽ ക്രോസുകൾക്ക് പകരം മേൽപ്പാലങ്ങൾ നിർമ്മിക്കുന്നതിനും തീരദേശ പാത യാഥാർത്ഥ്യമാക്കുന്നതിനും സർക്കാർ വലിയ പ്രാധാന്യമാണ് നൽകുന്നത്. കേരള റോഡ് ഫണ്ട് ബോർഡ്, റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഓഫ് കേരള എന്നീ ഏജൻസികളാണ് കിഫ്ബി ധനസഹായത്തോടെ ഈ പദ്ധതികൾ നടപ്പിലാക്കുന്നത്. നഗരത്തിലെ പ്രധാന റോഡുകൾ നോക്കാം. ഈസ്റ്റ് ഹിൽ ഗണപതിക്കാവ് കാരപ്പറമ്പ് റോഡ് നവീകരിക്കുന്നതിനായി 21 കോടി രൂപയുടെ പദ്ധതിയിൽ 19 കോടിയുടെയും പ്രവൃത്തികൾ പൂർത്തിയായി കഴിഞ്ഞു. പുതിയങ്ങാടി മാവിൽക്കടവ് കൃഷ്ണൻ നായർ റോഡിന്റെ നവീകരണത്തിനായി 15.5 കോടിയുടെ വലിയ പദ്ധതിക്ക് ഭരണാനുമതി ലഭിച്ച് പ്രാരംഭ തുക അനുവദിച്ചിട്ടുണ്ട്. അതുപോലെ കാരപ്പറമ്പ് തടമ്പാട്ടുതാഴം പാറൂപ്പടി റോഡിന്റെയും അരിയെടുത്തുപാലം കാരത്തൂർ റോഡിന്റെയും നവീകരണത്തിനും ഭരണാനുമതി ലഭിച്ചു. പ്രാരംഭ തുക അനുവദിക്കുകയും ചെയ്തു. ഈ റോഡുകളെല്ലാം മികച്ച നിലവാരത്തിൽ ആവശ്യമായ വീതിയിൽ ഓടകളും നടപ്പാതകളും ഉൾപ്പെടെ നവീകരിക്കുമ്പോൾ അത് നഗരത്തിലെ ഗതാഗത സുഗമമാക്കും, യാത്രക്കാരുടെ സമയം ലാഭിക്കും, അപകടങ്ങൾ കുറയ്ക്കും. റെയിൽവേ ഗേറ്റുകളിലെ കാത്തിരിപ്പ് ഒഴിവാക്കാൻ ചുങ്കം ഗേറ്റിലും ടെമ്പിൾ റോഡിലും റെയിൽവേ മേൽപ്പാലങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള പദ്ധതികൾക്കും സർക്കാർ അംഗീകാരം നൽകിയിട്ടുണ്ട്. നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷ. ഇത് യാഥാർത്ഥ്യമാകുന്നതോടെ ആ ഭാഗങ്ങളിലെ ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരമാകും. തീരദേശ മേഖലയുടെ വികസനത്തിന് ഊർജം പകരുന്ന തീരദേശ ഹൈവേയുടെ ഭാഗമായ പുതിയ നിരത്ത് ബീച്ച് മുതൽ കോരപ്പുഴ വരെയുള്ള ഭാഗത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നു. ഫ്രാൻസിസ് റോഡ് ജംഗ്ഷൻ മുതൽ പുതിയപ്പ വരെയുള്ള ഭാഗം സർക്കാരിന്റെ പരിഗണനയിലുമുണ്ട്. ഈ തീരദേശ പാത കോഴിക്കോടിന്റെ ടൂറിസം സാധ്യതകൾ വർദ്ധിപ്പിക്കാനും മത്സ്യബന്ധന മേഖലയ്ക്ക് സഹായമാകാനും ഉപകരിക്കും. ഈ ഗതാഗത പദ്ധതികളെല്ലാം പൂർത്തിയാകുന്നതോടെ കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിലെ യാത്ര കൂടുതൽ സുഗമവും സുരക്ഷിതവുമാകും. കേരളത്തിന്റെ ആരോഗ്യ ഭൂപടത്തിൽ കോഴിക്കോടിന് എക്കാലത്തും ഒരു പ്രധാന സ്ഥാനമുണ്ട്. ആ സ്ഥാനം കൂടുതൽ ഉറപ്പിക്കുന്ന കോഴിക്കോടിനെ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹെൽത്ത് കെയർ ഹബ്ബാക്കി മാറ്റാൻ ഉതകുന്ന നിരവധി വലിയ പദ്ധതികളാണ് ആരോഗ്യരംഗത്ത് കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിൽ നടപ്പിലാക്കുന്നതും ആസൂത്രണം ചെയ്യുന്നതും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കോഴിക്കോട് ജനറൽ ആശുപത്രിയുടെ സമഗ്ര വികസനം. ഇൻകൽ ലിമിറ്റഡിന്റെ മേൽനോട്ടത്തിൽ 95 കോടിയിലധികം രൂപയുടെ ഭീമമായ പദ്ധതികൾക്കാണ് സർക്കാർ ഭരണാനുമതി നൽകിയിരിക്കുന്നത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുന്നു. ഈ പദ്ധതി പൂർത്തിയാകുന്നതോടെ ജനറൽ ആശുപത്രിയുടെ ഭൗതിക സാഹചര്യങ്ങളിലും ചികിത്സാ സൗകര്യങ്ങളിലും വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാകും. സാധാരണക്കാർക്ക് ഏറ്റവും മികച്ച ചികിത്സ കുറഞ്ഞ ചെലവിൽ ലഭ്യമാക്കാൻ ഇത് സഹായിക്കും. മെഡിക്കൽ കോളേജ്, പഴയകാലത്ത് മെഡിക്കൽ കോളേജ് ആരംഭിച്ചിട്ടുള്ള ബീച്ച് ഹോസ്പിറ്റലാണ്. ഏകദേശം 2000-ലധികം OPയിൽ രോഗികൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോഗ്യ കേന്ദ്രമാണത്. ഒരുപക്ഷെ മെഡിക്കൽ കോളേജിന് ഇത്രയും സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന മറ്റൊരു ഹോസ്പിറ്റൽ ഉണ്ടാവുക എന്നത് ജില്ലാ ആശുപത്രിയും കൂടിയാണത് ശരിക്കും. അവിടെ മാത്രം അതിനൊരു മാസ്റ്റർ പ്ലാൻ അംഗീകരിച്ചുകൊണ്ട് 93 കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്, അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതാണത്. അതുപോലെ തന്നെ നമ്മൾ റോഡുകളുടെ വികസനത്തിലും ശരി,
ഈ കാരന്തൂർ മുതൽ മെഡിക്കൽ കോളേജ് വരെയുള്ള, കാരണം ഏറ്റവും കൂടുതൽ നല്ല ഹെവി ട്രാഫിക്കുള്ള ഒരുപാട് ബസ് ഓടുന്ന ഒരു സ്ഥലമാണ്, റോഡാണത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ആവശ്യമായ പണം അനുവദിച്ചിട്ടുണ്ട്. പുതിയങ്ങാടി മുതൽ മാളിക്കടവ് വരെ അവിടുന്ന് കൃഷ്ണൻ നായർ റോഡും, അങ്ങനെ 2 റോഡുകൾക്കായിട്ട് 155 കോടി രൂപ അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. കാരണം അതിൻ്റെ അക്വിസിഷൻ നടപടികൾ ഇപ്പോൾ ഏകദേശം പൂർത്തിയായി വരികയാണ്. 19-1 നോട്ടിഫിക്കേഷൻ ആയിട്ടുണ്ട്. അപ്പോൾ അതും കഴിഞ്ഞാൽ ഇപ്പം അതിൻ്റെ പൈസ കൊടുക്കാനുള്ള നടപടിയാവും. അതേമാതിരി തന്നെയാണ് ബാലുശ്ശേരി റോഡ്, കാരപ്പറമ്പ് മുതൽ ബാലുശ്ശേരി വരെയുള്ള. കാരണം നമുക്കറിയാം ഇന്നത്തെ ഒരുപക്ഷെ കോഴിക്കോട് ജില്ലയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കുരുക്കാണ് ഈ കാരപ്പറമ്പ് ഭാഗത്ത് അനുഭവപ്പെടുന്നത്. അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് 166 കോടി രൂപ അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഒട്ടേറെ മേഖലകളിൽ ശരിക്കും പറഞ്ഞാൽ എത്രയൊക്കെ പ്രശംസിച്ചാലും അതിലിങ്ങനെ ഒരു വഴി കണ്ടെത്താൻ സാധിച്ചാൽ, ഇതല്ലെങ്കിൽ നമ്മൾ ഇന്ന് കേരളം ഇത്രയും വലിയ പുരോഗതി കൈവരിക്കാൻ സാധിച്ച ഒരുപാട് മേഖലകൾ നമ്മൾ ഒരുപക്ഷെ നമുക്കൊരു കാലഘട്ടത്തിൽ ചിന്തിക്കാൻ പോലും പറ്റാത്ത ഉയരങ്ങളിൽ നമുക്ക് എത്താൻ സാധിച്ചിട്ടുള്ളതിൽ ഒരു പ്രധാന കാരണം ഈ കിഫ്ബിയിലൂടെ ഫണ്ട് സ്വരൂപിച്ചുകൊണ്ട് അത് കൃത്യമായിട്ട്, കാരണം കിഫ്ബി ആകുമ്പോൾ പൈസ കിട്ടും എന്നുള്ളൊരു തോന്നലും എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും കിഫ്ബിയുടെ വർക്കുകൾ എടുക്കാൻ എല്ലാവരും തയ്യാറാണ്. കാരണം ഈ ഒരു സ്ഥിതിവിശേഷം നമ്മുടെ നാട്ടിലുണ്ടാക്കാൻ സാധിച്ചത് കിഫ്ബിയുടെ പ്രവർത്തനം കൊണ്ടാണെന്ന് ആരും സമ്മതിക്കും. തീരെ അറിവില്ലാത്ത ആളുകൾക്ക് ഒരു പക്ഷേ എന്താണ് കിഫ്ബി എന്ന് അറിഞ്ഞുകൂടാത്തതിനെ കൊണ്ട് ചിലപ്പോൾ പറഞ്ഞുകൂടായില്ല. അങ്ങേയറ്റത്തെ അംഗീകരിക്കപ്പെട്ടിട്ടില്ല. ഇപ്പം ഇവിടെ ഞങ്ങൾക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ നമ്മളെ NGO ക്വാർട്ടേഴ്സ് സ്കൂളിൻ്റെ അതിനൊരു പരിശോധനയ്ക്ക് 8-ാം തീയതി ഇപ്പോൾ കിഫ്ബിയുടെ ഒരു ടീം ഇവിടെ വരുന്നുണ്ട്. ഇതിനു പുറമെ കോഴിക്കോട് മെഡിക്കൽ കോളേജിനോട് അനുബന്ധിച്ച് നിരവധി സ്പെഷ്യാലിറ്റി സ്ഥാപനങ്ങൾ സ്ഥാപിക്കാനുള്ള പദ്ധതികളും സർക്കാരിൻ്റെ സജീവ പരിഗണനയിലുണ്ട്. HLL ഇൻഫ്രാടെക് സർവീസസ് ലിമിറ്റഡ് പോലുള്ള ഏജൻസികളാണ് ഇതിന് ചുക്കാൻ പിടിക്കുന്നത്. ചേവായൂരിൽ ഒരു സമ്പൂർണ്ണ അവയവമാറ്റ ശസ്ത്രക്രിയ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കാനുള്ള പദ്ധതി, അതിനായുള്ള താൽക്കാലിക സൗകര്യം മെഡിക്കൽ കോളേജിലെ PMSSY ബ്ലോക്കിൽ ഒരുക്കുന്ന പദ്ധതി, ചേവായൂരിൽ തന്നെ ഒരു ഡെർമറ്റോളജി ഹോസ്പിറ്റൽ സ്ഥാപിക്കാനുള്ള പദ്ധതി, മെഡിക്കൽ കോളേജിൽ പ്രത്യേക ഐസൊലേഷൻ വാർഡ് നിർമ്മിക്കാനുള്ള പദ്ധതി എന്നിവയെല്ലാം ഈ ഗണത്തിൽപ്പെടുന്നു. ഈ പദ്ധതികൾക്കെല്ലാം തുക അനുവദിച്ചിട്ടില്ലെങ്കിലും ഇവ യാഥാർത്ഥ്യമാകുന്നതോടെ അവയവമാറ്റ ശസ്ത്രക്രിയകൾക്കും സങ്കീർണമായ ത്വക്ക് രോഗങ്ങൾക്കും ഉൾപ്പെടെയുള്ള അതിവിദഗ്ധ ചികിത്സകൾക്കായി മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ട അവസ്ഥയ്ക്ക് മാറ്റം വരും. കോഴിക്കോട് ഒരു മെഡിക്കൽ ടൂറിസം ഹബ്ബായി മാറാനും ഇത് വഴിയൊരുക്കും. ഇവയ്ക്കെല്ലാം പുറമെ സംസ്ഥാനത്തെ 140 മണ്ഡലങ്ങളിലും സ്ഥാപിക്കുന്ന 10 കിടക്കകളുള്ള ഐസൊലേഷൻ വാർഡ് പദ്ധതിയുടെ പ്രയോജനം കോഴിക്കോട് നോർത്തിലെ ആരോഗ്യ കേന്ദ്രങ്ങൾക്കും ലഭിക്കും. ഇത് പ്രാദേശിക തലത്തിലെ ആരോഗ്യ സംരക്ഷണത്തിന് കൂടുതൽ കരുത്ത് പകരും. കലയുടെയും നഗരമാണ് കോഴിക്കോട്. ആ പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് പുതിയ തലമുറയ്ക്ക് ഏറ്റവും മികച്ച വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി കിഫ്ബി ധനസഹായത്തോടെ കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിലെ നിരവധി സർക്കാർ എയ്ഡഡ് സ്കൂളുകൾ ആധുനികവൽക്കരിക്കപ്പെടുകയാണ്. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ, കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ, ഇൻകൽ തുടങ്ങിയ ഏജൻസികളുടെ മേൽനോട്ടത്തിൽ നടപ്പിലാക്കുന്ന വിവിധ ക്ലസ്റ്റർ പദ്ധതികളിലൂടെയാണ് ഈ നവീകരണം സാധ്യമാകുന്നത്. നിരവധി പദ്ധതികളിലായി കോടിക്കണക്കിന് രൂപയാണ് സ്കൂളുകളുടെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിനായി ചെലവഴിക്കുന്നത്. ഈ പദ്ധതികളിലെല്ലാം കൂടി ഇതിനകം വലിയ തുകയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. പുതിയ കെട്ടിടങ്ങൾ, ഹൈടെക് ക്ലാസ് മുറികൾ, ആധുനിക ലാബുകൾ, ലൈബ്രറികൾ, മികച്ച ശൗചാലയങ്ങൾ എന്നിവയെല്ലാം ഒരുങ്ങുമ്പോൾ അത് കുട്ടികൾക്ക് മികച്ച പഠനാന്തരീക്ഷം നൽകുന്നതിനൊപ്പം പൊതുവിദ്യാലയങ്ങളുടെ നിലവാരം ഉയർത്തുകയും ചെയ്യുന്നു. ഇതോടൊപ്പം ഫിഷറീസ് വകുപ്പ്, തീരദേശ വികസന കോർപ്പറേഷൻ വഴി നടപ്പാക്കുന്ന വിദ്യാഭ്യാസ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതിയും മണ്ഡലത്തിലെ തീരദേശ മേഖലയിലെ കുട്ടികൾക്ക് പ്രയോജനകരമാകും. ഗതാഗതം, ആരോഗ്യം, വിദ്യാഭ്യാസം എന്നീ പ്രധാന മേഖലകൾക്ക് പുറമെ കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടുള്ള മറ്റ് നിരവധി പദ്ധതികളും പുരോഗമിക്കുകയും പരിഗണനയിലുമുണ്ട്. കോഴിക്കോട് നഗരത്തിന്റെ സൗന്ദര്യത്തിനും ജലഗതാഗതത്തിനും പുതിയ മാനം നൽകാൻ സാധ്യതയുള്ള പദ്ധതികളാണ്
കനോലി കനാൽ വികസനവും കോഴിക്കോട് കനാൽ സിറ്റി പ്രൊജക്റ്റും. കേരള വാട്ടർവേസ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിന്റെ നേതൃത്വത്തിലുള്ള ഈ പദ്ധതികൾ നിലവിൽ സർക്കാരിന്റെ പരിഗണനയിലാണ്. കനോലി കനാലിൻ്റെ വീതി കൂട്ടി, ആഴം കൂട്ടി, അത് ഗതാഗത സൗകര്യം ഒരുക്കാൻ വേണ്ടിയിട്ട് ജലപാത ഒരുക്കുകയാണത്. അതിനു വേണ്ടിയിട്ട് 1118 കോടി രൂപയാണ് കിഫ്ബി അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. അതൊന്നും അത്രയും വലിയ പൈസ ഒന്നും സ്വാഭാവികമായിട്ട് ഒരു ബഡ്ജറ്റിലോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിനോ ഒന്നും ഒരിക്കലും സ്വാഭാവികമായിട്ട് തരാൻ വേണ്ടി കഴിയില്ല. അത്രയും വലിയൊരു അതിൻ്റെ പ്രവൃത്തി ഇപ്പം ഏതായാലും ഞാൻ കഴിഞ്ഞ നിയമസഭയിൽ അത് സംബന്ധിച്ചിട്ട് മുഖ്യമന്ത്രിയോട് ചോദ്യം ചോദിച്ചതിന് ഭാഗമായിട്ട് അദ്ദേഹം പറയുന്നത് ക്വില്ലിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവർ പ്രൊജക്റ്റ് റിപ്പോർട്ട് ഇപ്പോൾ കൊടുക്കും. അത് കൊടുത്താൽ ഉടനടി അതിൻ്റെ പ്രവൃത്തി ആരംഭിക്കാമെന്ന് പറഞ്ഞിട്ട് അത് വീതി കൂട്ടി. ഇപ്പോൾ നമുക്കറിയാം പഴയ കാലത്തുള്ള ഏറ്റവും വലിയൊരു കണക്ടിവിറ്റിയാണത്. നമ്മൾ ഈ കോഴിക്കോട് മേഖലയിൽ നിന്ന് വടക്കുന്ന് വരുന്ന ഒരു കനാൽ അവിടെ പല ഭാഗത്തും വീതി കൂട്ടി കഴിഞ്ഞു ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ കോഴിക്കോട് മാത്രം കനാൽ സിറ്റി എന്നുള്ളൊരു പ്രോജക്റ്റ് കൂടിയാണത്. കാരണം ഇവിടെയുള്ള വെള്ളക്കെട്ടുകൾ മുഴുവൻ ഒഴിവാക്കാൻ, അതേപോലെ നഗരവികസനത്തിൽ ഏറ്റവും വലിയൊരു പങ്കാളിത്തം വഹിക്കാൻ പോകുന്ന ഒരു പ്രോജക്റ്റായിട്ടാണ് അതിനെ കാണുന്നത്. അതിപ്പോൾ എത്രയും പെട്ടെന്ന് ആരംഭിക്കാം എന്ന് നമ്മുടെ മുഖ്യമന്ത്രി കഴിഞ്ഞ നിയമസഭയിൽ സൂചിപ്പിക്കുക കൂടിയുണ്ടായി. ഇങ്ങനെ എവിടെ നോക്കിയാലും ശരി, ഈ ഗവൺമെൻറ് ഇപ്പോൾ പിണറായി സർക്കാർ വന്നതിന് ശേഷം സ്കൂളുകൾക്ക് മൊത്തം, നമ്മളിവിടെ മാത്രമല്ല സംസ്ഥാനത്തെ മൊത്തം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമുക്കത് കാണാൻ വേണ്ടി സാധിക്കും. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, പ്രതിപക്ഷ MLA കൂടി എപ്പോഴും പറയുന്നത് ഞങ്ങൾ കിഫ്ബിയെ എതിർക്കുന്നുണ്ടെങ്കിലും പക്ഷേ കിഫ്ബി ഇല്ലായിരുന്നെങ്കിൽ ഈ പ്രവൃത്തികളൊന്നും ഒരിക്കലും എല്ലാ മണ്ഡലത്തിലെ സ്കൂളുകളും ശരിക്കും നമുക്ക് ഒരു സ്വപ്നത്തിൽ പോലും ആലോചിക്കാൻ പറ്റാത്ത നിലയിലുള്ള വികസനങ്ങളാണ് നടന്നിട്ടുള്ളത്. ഇത് യാഥാർത്ഥ്യമായാൽ കനോലി കനാൽ നവീകരിച്ച് ബോട്ട് സർവീസുകൾക്കും വിനോദസഞ്ചാരത്തിനും ഉപയോഗിക്കാൻ സാധിക്കും. നഗരത്തിന് അതൊരു പുതിയ മുഖച്ഛായ നൽകും. കാർഷിക മേഖലയിൽ വേങ്ങരയിൽ നാളികേര അഗ്രോ പാർക്ക് സ്ഥാപിക്കാനുള്ള പദ്ധതിയും അഗ്രോ ഇൻഡസ്ട്രിയൽ കോർപ്പറേഷന്റെ പരിഗണനയിലുണ്ട്. ഇത് നാളികേര കർഷകർക്കും മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണത്തിനും പ്രോത്സാഹനം നൽകും. ടൂറിസം രംഗത്ത് കോഴിക്കോട് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് ക്യാമ്പസിൽ ഒരു 3 സ്റ്റാർ ഹോട്ടൽ സമുച്ചയം നിർമ്മിക്കാനുള്ള പദ്ധതിയും കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ പരിഗണനയിലുണ്ട്. ഇത് നഗരത്തിലെത്തുന്ന വിനോദസഞ്ചാരികൾക്കും മറ്റും മികച്ച താമസ സൗകര്യം ഒരുക്കും. ഇവയ്ക്കെല്ലാം പുറമെ ഫിഷറീസ് വകുപ്പിന്റെ മത്സ്യവിപണന അടിസ്ഥാന സൗകര്യ വികസന പദ്ധതി, രജിസ്ട്രേഷൻ വകുപ്പിന്റെ ചേളന്നൂർ ഉൾപ്പെടെയുള്ള സബ് രജിസ്ട്രാർ ഓഫീസുകൾ നിർമ്മിക്കുന്നതിനുള്ള ക്ലസ്റ്റർ പദ്ധതി, KDISCന്റെ വർക്ക് നിയർ ഹോം നൈപുണ്യ വികസന പദ്ധതി എന്നിവയുടെ എല്ലാം പ്രയോജനം കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിലെ ജനങ്ങൾക്ക് ലഭിക്കും. നോർത്ത് നിയോജക മണ്ഡലത്തിലൂടെ നമ്മൾ നടത്തിയ ഈ വികസന യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. മലബാറിന്റെ തലസ്ഥാന നഗരിയുടെ ഭാഗമായ ഈ മണ്ഡലം വികസനത്തിന്റെ കാര്യത്തിൽ എത്രമാത്രം മുന്നേറിക്കൊണ്ടിരിക്കുന്നു എന്നതിന്റെ വ്യക്തമായ ചിത്രമാണ് നമുക്ക് ലഭിച്ചത്. നഗരത്തിന്റെ ഹൃദയധമനികളായ റോഡുകൾക്ക് പുതിയ ജീവൻ നൽകുന്ന കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികൾ, ഗതാഗത കുരുക്കഴിക്കാൻ റെയിൽവേ മേൽപ്പാലങ്ങൾ, തീരദേശത്തിന്റെ സാധ്യതകൾ തുറന്നിടുന്ന തീരദേശ ഹൈവേ, ആരോഗ്യരംഗത്ത് കോഴിക്കോടിനെ ഒരു പ്രധാന കേന്ദ്രമാക്കി മാറ്റുന്ന ജനറൽ ആശുപത്രി വികസനവും വരാനിരിക്കുന്ന സൂപ്പർ സ്പെഷ്യാലിറ്റി സ്ഥാപനങ്ങളും, അറിവിന്റെ ലോകത്തേക്ക് പുതിയ തലമുറയെ കൈപിടിച്ചുയർത്തുന്ന നവീകരിച്ച വിദ്യാലയങ്ങൾ, നഗരത്തിന് പുതുമുഖം നൽകാൻ സാധ്യതയുള്ള കനാൽ നവീകരണ പദ്ധതികൾ, ഇങ്ങനെ ബഹുമുഖമായ വികസന പ്രവർത്തനങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഈ വലിയ മാറ്റങ്ങൾക്ക് പിന്നിൽ സംസ്ഥാന സർക്കാരിൻ്റെയും കിഫ്ബിയുടെയും ഇച്ഛാശക്തിയും കൃത്യമായ ആസൂത്രണവുമുണ്ട്. നൂറുകണക്കിന് ആയിരക്കണക്കിന് കോടി രൂപയുടെ നിക്ഷേപമാണ് ഈ നഗരമണ്ഡലത്തിലേക്ക് എത്തുന്നത്. പല പദ്ധതികളും പുരോഗതിയുടെ പാതയിലാണ്, ചിലത് തുടങ്ങാനിരിക്കുന്നു. ഇവയെല്ലാം പൂർത്തിയാകുന്നതോടെ കോഴിക്കോട് നോർത്ത് മണ്ഡലം കേരളത്തിന്റെ വികസന ഭൂപടത്തിൽ കൂടുതൽ തിളക്കത്തോടെ അടയാളപ്പെടുത്തപ്പെടും. കണ്ണൂരിന്റെ തീരദേശ മനോഹാരിതയും തനത് സാംസ്കാരിക പെരുമയും ലയിച്ചു ചേർന്ന് വളപട്ടണം പുഴയുടെ ഓളങ്ങൾ തഴുകുന്ന അഴീക്കോട്. ഈ തീരദേശ നിയമസഭാ മണ്ഡലം ഇന്ന് വികസനത്തിന്റെ പുതിയ തീരങ്ങൾ തേടുകയാണ്. കേരള സർക്കാരിന്റെ ഇച്ഛാശക്തിയും കിഫ്ബിയുടെ സാമ്പത്തിക പിന്തുണയും
അഴീക്കോടിൻ്റെ ഈ സമഗ്ര മുന്നേറ്റത്തിന് കരുത്തേകുന്നു. അഴീക്കോട് പോലൊരു തീരദേശ മണ്ഡലത്തിൽ ഗതാഗത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തേണ്ടതിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ്. മത്സ്യബന്ധന മേഖലയുടെയും ടൂറിസത്തിൻ്റെയും പ്രാദേശിക വാണിജ്യത്തിൻ്റെയും വളർച്ചയ്ക്ക് മികച്ച റോഡ് ശൃംഖല അനിവാര്യമാണ്. ഈ ലക്ഷ്യം മുൻനിർത്തി കേരളത്തിൻ്റെ അഭിമാന പദ്ധതിയായ തീരദേശ ഹൈവേയുടെ നിർമ്മാണത്തിൽ അഴീക്കോട് മണ്ഡലത്തിന് നിർണായക പങ്കാണുള്ളത്. കേരള റോഡ് ഫണ്ട് ബോർഡ് അഥവാ KRFP, കിഫ്ബിയുടെ സാമ്പത്തിക പിന്തുണയോടെ ഈ വലിയ പദ്ധതിയുടെ വിവിധ റീച്ചുകൾ നടപ്പിലാക്കുന്നു. കേരളത്തിൻ്റെ അടിസ്ഥാന പശ്ചാത്തല വികസന മേഖലയിലെ വലിയ കുതിച്ചുചാട്ടമാണ് കിഫ്ബി രൂപീകരണത്തോടെ നമ്മുടെ സംസ്ഥാനത്ത് നടന്നത്. നമ്മുടെ അഴീക്കോട് മണ്ഡലത്തിൽ തന്നെ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആശുപത്രികൾ ഉൾപ്പെടെ അടിസ്ഥാന റോഡ് വികസനത്തിലൊക്കെ വലിയ കുതിച്ചുചാട്ടമാണ് ഉണ്ടായത്. ആ കിഫ്ബി 25 വർഷക്കാലം പൂർത്തീകരിക്കുകയാണ്. ഒരുപക്ഷെ കേരളത്തിൻ്റെ ഭാവി വികസനത്തിൽ ഒരു 25 വർഷക്കാലം അഡ്വാൻസ് ചെയ്ത ഒരു പ്രവൃത്തിയാണ് കിഫ്ബി എന്നത്. തീർച്ചയായിട്ടും കിഫ്ബി അതിൻ്റെ എല്ലാ അർത്ഥത്തിലുള്ള വികസന പദ്ധതികൾ ആധുനിക കേരളത്തിൻ്റെ വളർച്ചയ്ക്കും വികാസത്തിനും വലിയ മുതൽക്കൂട്ടായി മാറുന്ന സാഹചര്യമാണ് നമ്മുടെ മുന്നിലുള്ളത്. ഈ കിഫ്ബിയുടെ പ്രവർത്തനങ്ങൾ ശക്തമായി മുന്നോട്ട് പോകട്ടെ. എല്ലാ ആശംസകളും സ്നേഹപൂർവ്വം അറിയിക്കുന്നു. പ്രധാനമായും മീൻകുന്ന് മുതൽ ചാല് വരെയുള്ള 3.5 കിലോമീറ്റർ ദൈർഘ്യമുള്ള സെക്കൻഡ് റീച്ചിൻ്റെ നിർമ്മാണത്തിനായി 2.4 കോടിയിലധികം രൂപ വകയിരുത്തി. ഇതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അതുപോലെ പയ്യമ്പലം മുതൽ മീൻകുന്ന് വരെയുള്ള റീച്ച് 5.1A നിർമ്മിക്കുന്നതിനായി 41 കോടിയിലധികം രൂപയുടെ പദ്ധതിക്കും KRFP അംഗീകാരം നൽകിയിട്ടുണ്ട്. ചാല മുതൽ പാലക്കാട് വരെയുള്ള റീച്ച് 5.2Aയും ഈ പദ്ധതിയുടെ ഭാഗമായി വരുന്നു. ഈ തീരദേശ പാത പൂർണ്ണമായി യാഥാർത്ഥ്യമാകുന്നതോടെ അഴീക്കോട് മണ്ഡലത്തിൻ്റെ തീരപ്രദേശങ്ങളിലൂടെയുള്ള യാത്ര സുഗമമാവും. ടൂറിസം സാധ്യതകൾ വർദ്ധിക്കുകയും മത്സ്യബന്ധന മേഖലയ്ക്ക് വലിയ പ്രയോജനം ലഭിക്കുകയും ചെയ്യും. അതോടൊപ്പം അഴീക്കോട് മണ്ഡലത്തിലെ നാറാത്തിനെയും പാപ്പിനിശ്ശേരി പഞ്ചായത്തിനെയും ബന്ധിപ്പിച്ച് വളപ്പട്ടണം പുഴയ്ക്ക് കുറുകെ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന കല്ലൂരിക്കടവ് പാലം ഈ മേഖലയിലെ ഗതാഗതത്തിൽ വലിയ മാറ്റം കൊണ്ടുവരാൻ സാധ്യതയുള്ള ഒരു പദ്ധതിയാണ്. ഇതിൻ്റെ നിർമ്മാണത്തിനായുള്ള വിശദമായ പദ്ധതി രേഖ തയ്യാറാക്കുന്നതുൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ സർക്കാരിൻ്റെ പരിഗണനയിലാണ്. ഇത് യാഥാർത്ഥ്യമായാൽ യാത്രാദൂരം ഗണ്യമായി കുറയ്ക്കാനും വാണിജ്യപരമായ മുന്നേറ്റത്തിനും സഹായിക്കും. ഗതാഗത രംഗത്തെ ഈ മുന്നേറ്റങ്ങൾക്കൊപ്പം നമ്മുടെ ഭാവി തലമുറയ്ക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിലും സർക്കാർ അതീവ ശ്രദ്ധ ചെലുത്തുന്നു. അഴീക്കോട് നിയോജക മണ്ഡലത്തിലെ പൊതുവിദ്യാലയങ്ങളെ ആധുനിക സൗകര്യങ്ങളോടെ മികവിൻ്റെ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ ലക്ഷ്യമിട്ടുള്ള നിരവധി പദ്ധതികളാണ് കിഫ്ബി സഹായത്തോടെ നടപ്പാക്കുന്നത്. കണ്ണൂർ എഡ്യൂക്കേഷണൽ ഡിസ്ട്രിക്ട് ക്ലസ്റ്റർ പദ്ധതിയിലൂടെ കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപമാണ് ഈ സുപ്രധാന മേഖലയിൽ എത്തുന്നത്. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ അഥവാ കില, കണ്ണൂർ ക്ലസ്റ്റർ 2, ക്ലസ്റ്റർ 18 എന്നീ പദ്ധതികളിലൂടെ യഥാക്രമം 22.5 കോടി, 11.7 കോടി രൂപ വീതമുള്ള വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നു. ഇവയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. കൂടാതെ കില തന്നെ തൃശൂർ, ഇടുക്കി, കണ്ണൂർ ജില്ലകൾക്കായുള്ള ക്ലസ്റ്റർ പദ്ധതികളിലൂടെ 15.5 കോടി രൂപയുടെ പ്രവർത്തനങ്ങൾക്കും തുടക്കം കുറിച്ചിട്ടുണ്ട്. ഇവയുടെ എല്ലാം ഗുണഫലം അഴീക്കോട് മണ്ഡലത്തിലെ സ്കൂളുകൾക്കും ലഭിക്കും. ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ അഥവാ കൈറ്റ് നടപ്പിലാക്കുന്ന കണ്ണൂർ ക്ലസ്റ്റർ ഫേസ് 2 പദ്ധതിക്കായി 24.8 കോടി രൂപ അനുവദിച്ചതിൽ 19.4 കോടിയിലധികം രൂപയുടെ പണികൾ പൂർത്തിയായി എന്നത് ഈ രംഗത്തെ വലിയ നേട്ടമാണ്. അതുപോലെ മണ്ഡലത്തിലെ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ മുണ്ടേരിക്ക് അധികമായി 6.3 കോടി രൂപയുടെ പ്രത്യേക പദ്ധതിയും കൈറ്റ് നടപ്പിലാക്കുന്നു. ഇതിൻ്റെ പ്രവർത്തനങ്ങൾ അനുവദിച്ച തുകയേക്കാൾ മുന്നോട്ടു പോയി എന്നത് ശ്രദ്ധേയമാണ്. ഈ ക്ലസ്റ്റർ പദ്ധതികളെല്ലാം അഴീക്കോട് മണ്ഡലത്തിലെ സ്കൂളുകൾക്ക് പുതിയ കെട്ടിടങ്ങൾ, സ്മാർട്ട് ക്ലാസ് മുറികൾ,
ആധുനിക ലാബ്, ലൈബ്രറി സൗകര്യങ്ങൾ, മെച്ചപ്പെട്ട ശുചിത്വ സംവിധാനങ്ങൾ എന്നിവ ഉറപ്പാക്കുന്നു. ഇത് നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും മികച്ച പഠനാന്തരീക്ഷം ഒരുക്കുന്നതിന് സഹായിക്കുന്നു. തീരദേശ മേഖലയിലെ വിദ്യാഭ്യാസ പുരോഗതി ലക്ഷ്യമിട്ട് ഫിഷറീസ് വകുപ്പിന്റെ കീഴിൽ കേരള സ്റ്റേറ്റ് കോസ്റ്റൽ ഏരിയ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ നടപ്പിലാക്കുന്ന കണ്ണൂർ ജില്ലയിലെ വിദ്യാഭ്യാസ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതിയുടെ 2ാം ഘട്ടവും പുരോഗമിക്കുകയാണ്. 6.2 കോടി രൂപ വകയിരുത്തിയ ഈ പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ അനുവദിച്ച തുകയേക്കാൾ മുന്നോട്ടു പോയി എന്നത് ഈ മേഖലയോടുള്ള സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് കാണിക്കുന്നത്. ആരോഗ്യ സംരക്ഷണ രംഗത്തും അഴീക്കോട് മണ്ഡലത്തിന് ആവശ്യമായ പരിഗണന ലഭിക്കുന്നുണ്ട്. പകർച്ചവ്യാധികളെ ഫലപ്രദമായി നേരിടുന്നതിനും അടിയന്തര സാഹചര്യങ്ങളിൽ മികച്ച ചികിത്സ ഉറപ്പാക്കുന്നതിനുമായി സംസ്ഥാനത്തെ 140 നിയോജക മണ്ഡലങ്ങളിലും 10 കിടക്കകളുള്ള ഐസൊലേഷൻ വാർഡുകൾ സ്ഥാപിക്കുന്ന ബൃഹത്തായ പദ്ധതിയുടെ പ്രയോജനം അഴീക്കോട് മണ്ഡലത്തിലെ ആരോഗ്യ സ്ഥാപനങ്ങൾക്കും ലഭിക്കും. കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ലിമിറ്റഡാണ് 236 കോടി രൂപയുടെ ഈ സംസ്ഥാനതല പദ്ധതിയുടെ നിർവഹണ ഏജൻസി. ഇത് പ്രാഥമിക ചികിത്സാ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ സഹായിക്കും. ടൂറിസം രംഗത്ത് വലിയ സാധ്യതകളുള്ള പ്രദേശമാണ് അഴീക്കോടും സമീപ പ്രദേശങ്ങളും. ഇതിന് കൂടുതൽ ഉത്തേജനം നൽകുന്ന ഒരു പ്രധാന പദ്ധതിയാണ് തലശ്ശേരി പൈതൃക പദ്ധതി. കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷനാണ് 40 കോടിയിലധികം രൂപ ചെലവിൽ ഈ വലിയ പദ്ധതി നടപ്പിലാക്കുന്നത്. ഇതിനകം 11 കോടിയിലധികം രൂപയുടെ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ചരിത്രപരമായ കെട്ടിടങ്ങളുടെ സംരക്ഷണം, മ്യൂസിയങ്ങൾ, സാംസ്കാരിക കേന്ദ്രങ്ങൾ എന്നിവയെല്ലാം ഉൾപ്പെടുന്ന ഈ പദ്ധതി പൂർത്തിയാകുന്നതോടെ മലബാറിന്റെ ടൂറിസം ഭൂപടത്തിൽ തലശ്ശേരിക്കും കണ്ണൂരിനും അതുവഴി അഴീക്കോടിനും പ്രധാന സ്ഥാനമുണ്ടാകും. ഇത് പ്രാദേശികമായി നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും സഹായിക്കും. എല്ലാ പൗരന്മാർക്കും ശുദ്ധമായ കുടിവെള്ളം ലഭ്യമാക്കുക എന്നത് സർക്കാരിന്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നാണ്. അഴീക്കോട് മണ്ഡലം ഉൾപ്പെടുന്ന കണ്ണൂർ ജില്ലയിലെ കുടിവെള്ള വിതരണം മെച്ചപ്പെടുത്തുന്നതിനായി കേരള വാട്ടർ അതോറിറ്റി അഥവാ KWA കിഫ്ബി പിന്തുണയോടെ വിപുലമായ പദ്ധതികളാണ് നടപ്പിലാക്കുന്നത്. കണ്ണൂർ PS സർക്കിളിന് കീഴിൽ വിവിധ ജലവിതരണ പദ്ധതികളുടെ നവീകരണത്തിനും ശേഷി വർദ്ധിപ്പിക്കുന്നതിനുമായി 45 കോടിയിലധികം രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. ഇതിൽ 27 കോടിയിലധികം രൂപയുടെ പ്രവർത്തനങ്ങൾ ഇതിനകം പൂർത്തിയായിട്ടുണ്ട്. ഈ പദ്ധതികൾ പൂർണ്ണമാകുമ്പോൾ അഴീക്കോട് മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിലെ കുടിവെള്ള ലഭ്യത ഉറപ്പാക്കാനും ജലവിതരണം കാര്യക്ഷമമാക്കാനും സാധിക്കും. ഇനി മറ്റു ചില പ്രധാന വികസന മേഖലകൾ കൂടി നോക്കാം. യുവജനങ്ങൾക്ക് സാങ്കേതിക വിദ്യാഭ്യാസം നൽകുന്നതിനും തൊഴിൽ നൈപുണ്യം വർദ്ധിപ്പിക്കുന്നതിനുമായി പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ കേരള സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ സംസ്ഥാനത്തുടനീളം ITIകളും മറ്റ് കെട്ടിടങ്ങളും നിർമ്മിക്കുന്ന 11 കോടി രൂപയുടെ പദ്ധതിയുടെ ഗുണഫലം കണ്ണൂർ ജില്ലയ്ക്കും ലഭിക്കും. അതുപോലെ മാറുന്ന തൊഴിൽ സാഹചര്യങ്ങൾക്കനുസരിച്ച് യുവജനങ്ങളെ സജ്ജരാക്കേണ്ടതിന്റെ ആവശ്യകത സർക്കാർ തിരിച്ചറിയുന്നു. ഇതിന്റെ ഭാഗമായി കേരള ഡെവലപ്മെന്റ് ആൻഡ് ഇന്നോവേഷൻ സ്ട്രാറ്റജിക് കൗൺസിൽ അഥവാ KDISC സംസ്ഥാന വ്യാപകമായി നടപ്പിലാക്കുന്ന വർക്ക് നിയർ ഹോം ഇക്കോസിസ്റ്റം വികസിപ്പിക്കുന്നതിനുള്ള 27.5 കോടി രൂപയുടെ പദ്ധതിയുടെ പ്രയോജനങ്ങളും അഴീക്കോടിലെ യുവതലമുറയ്ക്ക് ഭാവിയിൽ ലഭ്യമാകും. ഇത് പ്രാദേശികമായി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും ആവശ്യമായ നൈപുണ്യ പരിശീലനം നൽകാനും ലക്ഷ്യമിടുന്നു. നമ്മളിപ്പോൾ കണ്ടതുപോലെ അഴീക്കോട് നിയോജക മണ്ഡലം വികസനത്തിന്റെ പുതിയ തീരങ്ങളിലേക്ക് നീങ്ങുകയാണ്. ഗതാഗത രംഗത്ത് തീരദേശ ഹൈവേയും പുതിയ പാലത്തിനുള്ള സാധ്യതകളും, വിദ്യാഭ്യാസ രംഗത്ത് ആധുനികവൽക്കരിക്കപ്പെടുന്ന സ്കൂളുകളും, ആരോഗ്യരംഗത്ത് മെച്ചപ്പെടുന്ന സൗകര്യങ്ങളും, ടൂറിസം രംഗത്ത് വലിയ ഉണർവ് നൽകുന്ന പൈതൃക പദ്ധതിയും, കുടിവെള്ള വിതരണത്തിലെ മുന്നേറ്റവും, പുതിയ തൊഴിൽ സാധ്യതകൾ ലക്ഷ്യമിട്ടുള്ള പദ്ധതികളും ചേരുമ്പോൾ ഈ മണ്ഡലത്തിന്റെ സമഗ്രമായ വളർച്ചയാണ് നമുക്ക് ദർശിക്കാൻ സാധിക്കുന്നത്. കിഫ്ബിയുടെയും സംസ്ഥാന സർക്കാരിന്റെയും ദീർഘവീക്ഷണത്തോടെയുള്ള ഈ ഇടപെടലുകളും
നൂറുകണക്കിന് കോടി രൂപയുടെ നിക്ഷേപങ്ങളും അഴീക്കോടിന്റെ ഭാവിയെ ശോഭനമാക്കും എന്നതിൽ സംശയമില്ല. ഈ വികസന പ്രവർത്തനങ്ങൾ ഇവിടുത്തെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുമെന്നും തീരദേശ മേഖലയുടെയും ഉൾനാടൻ ഗ്രാമങ്ങളുടെയും ഒരുപോലെ പുരോഗതിക്ക് വഴിയൊരുക്കുമെന്നും യുവജനങ്ങൾക്ക് പുതിയ പ്രതീക്ഷകൾ നൽകുമെന്നും നമുക്ക് പ്രത്യാശിക്കാം. വികസന വീതിയിൽ വിജയകേരളം എന്ന പ്രോഗ്രാമിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റ് മണ്ഡലങ്ങളിലെ വികസനങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.